ഒരു പ്രശ്നത്തിൻ്റെ ആദ്യ ഭാഗത്താണോ, മധ്യഭാഗത്താണോ, അതോ അതിൻ്റെ അവസാന ഭാഗത്താണോ നമ്മെ രക്ഷിക്കുവാനായി ദൈവം തൻ്റെ കരങ്ങൾ നീട്ടുന്നത്? വാച്ച്മാൻ നീ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഇതിനെ വിശദീകരിക്കുന്നതിന് വേണ്ടി ഒരു സംഭവത്തെ താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീന്തലറിയാൻ വയ്യാത്തൊരു വ്യക്തി ഒരിക്കൽ വെള്ളത്തിൽ മുങ്ങി ചത്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ അഥവാ ആരെങ്കിലും വീണാൽ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ലൈഫ് ഗാർഡുകൾ തീരത്തെല്ലാമുണ്ട്. ഇദ്ദേഹം വെള്ളത്തിൽ വീണ് മുങ്ങിച്ചാകുന്നത് കണ്ടുകൊണ്ട് ലൈഫ് ഗാർഡ് ഒരു കെയറുമില്ലാതെ, ഒരു കൺസേണുമില്ലാതെ അദ്ദേഹം കരയിൽ തന്നെ നിൽക്കുകയാണ്. വാച്ച്മാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ കാണുന്നില്ലയോ ആ വ്യക്തി വെള്ളത്തിൽ മുങ്ങിച്ചത്തുകൊണ്ടിരിക്കുകയാണ്, എടുത്തു ചാടൂ, അദ്ദേഹത്തെ രക്ഷിക്കൂ. അദ്ദേഹം അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സകലതും അറിയാം. ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തേണ്ട ആ മോമെൻ്റ്, ആ സമയം എത്രയാണെന്ന്, ഏത് സമയമാണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം. ഇപ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിനു വേണ്ടി പെടയുന്ന സമയമാണ്. ഞാൻ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയാൽ അദ്ദേഹം എന്നെയും പിടിക്കും, ഞങ്ങൾ രണ്ടുപേരും ആ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും. എന്നാൽ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് തൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ട് ഇനിയും നീന്തി രക്ഷപ്പെടുവാൻ പറ്റുകയില്ല എന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ ഇടപെടുന്ന ഒരു മോമെൻ്റ് ഉണ്ട്. ആ മോമെൻ്റ് എന്ന് പറയുന്നത്, ഈ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ശക്തി പരിപൂർണമായും അസ്തമിച്ച് പോകുന്ന സമയം, അദ്ദേഹത്തിന് ഇനിയും നീന്തുവാൻ ഒട്ടും ആരോഗ്യം ശരീരത്തിൽ അവശേഷിക്കാത്ത ഒരു സമയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നു എന്ന് തോന്നുന്ന ആ മോമെൻറ്റിലായിരിക്കും ഞാൻ എടുത്തു ചാടുന്നത്, ഞാൻ ഇടപെടുന്നത്. ആ സമയം അദ്ദേഹത്തെ അധികം എഫേർട്ടുകളില്ലാതെ രക്ഷിച്ച് കരയ്ക്കെത്തിക്കുവാൻ എനിക്ക് സാധ്യമായി തീരും. ഞാൻ ആ മോമെൻറ്റിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ജീവിതം കരയ്ക്കും മരണത്തിനും ഇടയിൽ ശ്വാസം മുട്ടുന്ന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകും. ഒരു അപകടത്തിൽ, ഒരു അപായത്തിൽ നമ്മൾ വന്ന് പതിച്ച ആ മോമെൻ്റ്, അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, അതിൻ്റെ അവസാന ഭാഗങ്ങൾ കണ്ടു തുടങ്ങുന്ന അനുഭവങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിൽ വന്നെത്തിയാലും ഭയന്നു പോകരുത്. നമ്മളെ ഏത് മോമെൻറ്റിൽ രക്ഷിക്കണമെന്ന് നമ്മളെ ഡിസൈൻ ചെയ്ത ദൈവത്തിനറിയാം. നമ്മൾ കടന്നു പോകുന്ന ഓരോ അവസ്ഥകളെയും ദൈവത്തിനറിയാം. നമ്മളുടെ ശ്വാസം എവിടെയാണ് നമ്മൾ എടുക്കുന്നത്, നമ്മുടെ മസിലുകൾ എപ്പോഴാണ് വീക്കാകുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ റിസോഴ്സുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ റിസോഴ്സുകൾ എപ്പോഴാണ് നഷ്ടമാകുന്നത്, നാം എപ്പോഴാണ് പരിപൂർണമായും എക്സോസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് നമ്മളെ അതുപോലെ അറിയാവുന്ന ദൈവത്തിന് വളരെ വ്യക്തമായ ധാരണയുണ്ട്. നമ്മുടെ ഉറപ്പ് അതായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങളുടെ നടുവിലൂടെ നമ്മൾ കടന്നുപോയാലും നമ്മളെ എപ്പോൾ രക്ഷിക്കണമെന്ന് ആ മോമെൻറ്റിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ദൈവത്തിനുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ തന്നെ പരിപൂർണമായും ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്.